നമസ്കാരം. ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം. മലപ്പുറം തേഞ്ഞിപ്പലത്ത് ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പെരുവള്ളൂർ കാടപ്പടി സ്വദേശി സജ്ജാദാണ് മരിച്ചത്. കോഴിക്കോട് നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം. കോട്ടക്കൽ എടരിക്കോട് ബൈക്കും കാറും കൂട്ടിയിടിച്ചു ഒരാൾ മരിച്ചു. പാലച്ചിറമാട് സ്വദേശി പെരിങ്ങോടൻ സൈതലവിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. വെള്ളിയാമ്പുറം അങ്ങാടിയിലെ ചെറിയ പള്ളിക്ക് സമീപം ഇന്നോവയും ഓൾട്ടോ കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. നന്നമ്പ്ര തട്ടത്തലം ഭാഗത്തുള്ള സുജിത് എന്ന യുവാവിനാണ് പരിക്കേറ്റത്. മഞ്ചേരി പുൽപ്പറ്റ പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ 15-ലധികം പേർ ചികിത്സയിലാണ്. ഇതിൽ 8-ലധികം പേരും ഒരേ പ്രദേശത്തുള്ളവരാണ്. മലപ്പുറം പോത്തുകല്ലിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു ഒരാൾ കൂടി മരിച്ചു. മരിച്ചവരുടെ എണ്ണം 4 ആയി. അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഡെന്നിഷ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കരുവാരക്കുണ്ട് ജലനിധി പദ്ധതിയുടെ 1.5 ലക്ഷം ലിറ്ററിന്റെ ഹൈടെക് ജലസംഭരണി തകർന്നത് ജലനിധി പദ്ധതിയുടെ ഹൈടെക് സിങ്ക് അലൂമിനിയം സംഭരണിയാണ്. 819 കുടുംബങ്ങളുടെ കുടിവെള്ളം ഇതോടെ പ്രതിസന്ധിയിലായി. കടബാധ്യതയെ തുടർന്ന് കിടപ്പാടം ബാങ്ക് ജപ്തി ചെയ്തതോടെ കാളിക്കാവ് അഞ്ചച്ചവടി പൂങ്കുയി ഉമ്മറും കുടുംബവും അന്തിയുറങ്ങുന്നത് ഓലഷെഡിൽ. 3 പെൺമക്കളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും വീട് വെക്കാനും എടുത്ത വായ്പ അടക്കാൻ കഴിയാതായതോടെയാണ് വീടും 13 സെന്റ് സ്ഥലവും ബാങ്കിന് പണയപ്പെടുത്തേണ്ടി വന്നത്. പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച താനൂർ ദേവദാർ റെയിൽവേ മേൽപ്പാലത്തിലെ ടോൾ പിരിവ് പുനരാരംഭിച്ചു. 10 വർഷമായിട്ടും പിരിവ് തുടരുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചതായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവ് നേടി കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതലാണ് വീണ്ടും പിരിവ് തുടങ്ങിയത്. സംസ്ഥാനത്തെ മികച്ച മത്സ്യത്തൊഴിലാളിക്കുള്ള പുരസ്കാരം പൊന്നാനി സ്വദേശിക്ക്. അഴീക്കൽ കുടിക്കാൻ ഉസ്മാനാണ് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് അടങ്ങുന്ന ഉപഹാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.